ഹലോ ഗൈസ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റപ്പോൾ ഞാൻ കടലക്കറിയും ഗോതമ്പിൻ്റെ ഉപ്പുമാവുമാണ് കഴിച്ചത്. കൂടെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ അച്ചപ്പമാണ് കേട്ടോ കഴിച്ചത്. അച്ചപ്പം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഈ ലാസ്റ്റ് പീസ് ഞാൻ വെച്ച് ഇങ്ങനെ കളിച്ച് സാധാരണ മോതിരൊക്കെ ആക്കിയിട്ട് കളിക്കാറുണ്ട്. ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീമാണ് കേട്ടോ ഇത്. എനിക്ക് കോൺ ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനെ ഇനി അച്ഛൻ ഞങ്ങളെ പറ്റിച്ചാണോ എന്നറിയില്ല. ഉച്ചയ്ക്ക് അടുത്തുള്ള അമ്പലത്തിൽ സദ്യയാണ് കഴിച്ചത്. അധികം വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പായസവും കുടിച്ചു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഈ കടലമുട്ടയാണ് കഴിച്ചത്. എനിക്കിത് കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഒന്ന് പുറത്ത് പോയതാണ്. അപ്പോൾ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് നിന്നപ്പോൾ ട്രെയിൻ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അത് തുറന്നു. പിന്നെ ഈ ഷോപ്പിലാണ് ഞങ്ങൾ വന്നത്. കിണറിനിടുന്ന നെറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഗേറ്റ് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. എനിക്കാണെങ്കിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് സൈഡിലേക്ക് നോക്കി ട്രെയിൻ വല്ലതും വരുന്നുണ്ടോയെന്ന്. പിന്നെ ഞങ്ങൾ പോയത് ഇങ്ങനെയുള്ള ഈ ഭരണിയൊക്കെ വിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനുള്ളിലൊക്കെ അച്ചാറുണ്ടോയെന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഒന്നിലും ഇല്ലായിരുന്നു. സത്യത്തിൽ ഞാൻ അപ്പോൾ എന്തിനാ നോക്കിയെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ കണ്ടു. 2 ഭരണിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അവിടുന്ന് ചെറിയ ഈ ഭരണിയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പോയത് പാളയത്തേക്കാണ്. അവിടെ നിന്ന് തരിക്കഞ്ഞിയാണ് കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ കുടിച്ചിട്ടുണ്ട് ഇതേ സെയിം സ്പോട്ടിൽ തന്നെ. ഇവിടെയൊക്കെ ലൈവായിട്ടാണ് പാചകം ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ബ്രെഡ് മുക്കി പൊരിച്ചിട്ട് വരുന്നതാണത്. പിന്നെ ഞാനെടുത്തത് ബോണ്ടയാണ്. ഇവിടുത്തെ ബോണ്ട എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളിവട എടുത്തു. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കൊക്കെയാണ്. ലൈവായിട്ട് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലാണ്. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് ബുക്ക്, ബാഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പുറത്ത് വെച്ചിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിക്കാലം, സ്കൂളിൽ പോകുന്നത്, പൊതിയിടുന്നത് അതൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നമുക്ക്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.